ക്രിസ്തു യേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാവന്ദനം. ഒരു നോമ്പ് കാലം കൂടി സമാഗതമാകുകയാണ്. ആഗോള ക്രൈസ്തവ സഭ നോമ്പിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. ക്രൈസ്തവർ മാത്രമല്ല, ഇതര മതവിശ്വാസികൾ നോമ്പിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. ക്രൈസ്തവ സഭ 40 ദിവസം, 45 ദിവസം, 47 ദിവസം, 50 ദിവസം ഇങ്ങനെ വലിയ നോമ്പെന്നും ചെറിയ നോമ്പെന്നും ഒക്കെ വിവിധ തലങ്ങളിൽ നോമ്പിനെ ആചരിക്കാറുണ്ട്. കുരുത്തോല കത്തിച്ച ചാമ്പലിനെ നെറ്റിമേൽ കുരിശടയാളമായി വരച്ച് അങ്ങനെ ചാമ്പൽ ബുധൻ ആചരിച്ച് ആരംഭിക്കുന്ന നോമ്പാണ് ഇതര ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് നിർവഹിക്കുന്ന നോമ്പ് കാലഘട്ടം. ജോസിഫസ് എന്ന ചിന്തകന്റെ അഭിപ്രായത്തിൽ യെരുശലേം ദൈവാലയ ശുദ്ധീകരണത്തിന് മുമ്പുള്ള 40 ദിനങ്ങളെ നോമ്പ് കാലഘട്ടമായി ചിന്തിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11-32 സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ജനത്തിന് ഉദ്ബോധനം നൽകി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കുവാൻ കഴിയും, കഷ്ടതയുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെ മധ്യയിൽ ഒഴിഞ്ഞു മാറാതെ ശക്തി പ്രാപിച്ചുകൊണ്ട് അവയെ സധൈര്യം നേരിടുവാനുള്ള ആത്മബലം നേടുക എന്നതാണ് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ നോമ്പിൻ്റെ പാഠം. നോമ്പ് ഒരു സാധാരണ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, സുഖ സൗകര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാൻ കഴിയുന്ന വിവിധ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് സ്വയം മാറ്റിവെച്ച് രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന, ഒന്ന് സ്വയം ജീവിതത്തെ ദൈവത്തിങ്കിലേക്ക് കുറെ കൂടി അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരുന്ന ഒരനുഭവമാക്കി മാറ്റുകയാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായ നേട്ടങ്ങൾക്ക് ഇത് വഴിതെളിക്കും. ഭക്ഷണ ക്രമീകരണം പല മനുഷ്യൻ്റെ ജീവിതത്തിന് വളരെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന, പ്രതികൂലങ്ങൾ ഉണ്ടാകുന്ന, അവരുടെ മാനസികമായി വിതര സംഘർഷങ്ങൾ ഉരുവാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇത് നമ്മെ ആത്മീയമായും ഭൗതികമായും പരിപോഷിപ്പിക്കുന്ന ഒന്നാണ് എന്ന വസ്തുത പലരും മറന്നു പോകാറുണ്ട്. എന്താണ് നോമ്പ്? നോമ്പുകാലം എന്തിനു വേണ്ടിയാണ്? ഒരുപാട് ചിന്തകൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ചാമ്പൽ ബുധൻ ആചരിക്കുന്നതോടുകൂടി ഹോശന്നയ്ക്ക് മുമ്പുള്ള 40 എന്നതുകൊണ്ട് ജീവിതയാത്രയിൽ ഒരു വസ്തു കത്തിച്ച് ആ കത്തി അമരുന്ന സ്ഥാനത്ത് മറ്റൊന്ന് രൂപാന്തരപ്പെടുകയാണ്. ചാമ്പലായിത്തീരുന്ന, ചാരമായിത്തീരുന്ന ഉപയോഗശൂന്യമായ ഒരു വസ്തു അത് കത്തി അമരുമ്പോൾ അത് ജീവിതത്തിൽ ഉപയോഗമുള്ളതായി മാറുകയാണ്. ഒരുവൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ചാരം പുരട്ടി ദൈവസന്നിധിയിൽ കാത്തിരുന്ന ഒരുപാട് ഭക്തന്മാർ വേദപുസ്തകത്തിന് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമ കാലഘട്ടത്തിൽ മാത്രമല്ല, പുതിയ നിയമ കാലഘട്ടത്തിലും ഇതര വ്യക്തികൾ ജീവിതത്തിൽ അനുദപിക്കുന്നതിനും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നതിനും ദൈവസന്നിധിയിൽ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നതിനും ഈ നോമ്പ് കാലഘട്ടം വിനിയോഗിച്ചിട്ടുണ്ട്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കട്ടെ. ദൈവസന്നിധിയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചില ജീവിത തിന്മകളെ, ജീവിതത്തിൽ ഒഴിവാക്കുവാൻ കഴിയുന്ന ചില സുഖലോലുപതകളെ ഒഴിവാക്കി ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുന്ന ഒരു അനുഭവമായി മാറണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കോഴി 21 ദിവസം പുറലോക ജീവിതങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് തനിക്ക് മുന്നിലുള്ള ഒരു ടാർഗറ്റ് പൂർത്തീകരിക്കുകയാണ്. തൻ്റെ മുമ്പിൽ അടവച്ചിരിക്കുന്ന ഈ മുട്ടകളെ അത് വിരിയിച്ച് പുതിയ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പല കാര്യങ്ങളും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി വ്രതമെടുക്കുകയാണ്. യേശു 40 ദിവസം ഉപവസിച്ചു തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് തന്നെ സധൈര്യം നിലനിർത്തുന്നതിന് വേണ്ടി. ഈ കോഴി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആർജവം നൽകാൻ, ജീവൻ നൽകാൻ തൻ്റെ ചൂട് ആ മുട്ടകളിലേക്ക് ആവസിച്ച്
അതിനെ പുറം തോടുകളെ പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നതിന് ഇടയായിത്തീരും. മുട്ടയുടെ ഉള്ളിൽ ശബ്ദം കേട്ട് തുടങ്ങിയാൽ ഭക്ഷണം എടുക്കുന്നില്ല, കൂടുതൽ ശ്രദ്ധാലുവാണ്. നോമ്പ് നോക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണിൽ നാം സൂക്ഷിച്ചു നോക്കുവാൻ ഇടയായിത്തീരും. ജീവിതത്തിൽ അന്നുവരെ തള്ളക്കോഴി മാത്രം കഴിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് പിന്നീട് ആ ഗോതമ്പ് മണി, ഒരു നിലത്ത് വീണ ഒരു ഗോതമ്പ് മണി, അത് 1, 2, 3 കഷ്ണങ്ങളാക്കി നുറുക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഭാഗിച്ചു കൊടുക്കുകയാണ്. നാം സമ്പന്നനാകേണ്ടതിന് യേശു ദരിദ്രനായി തീർന്നു. അങ്ങനെ നമ്മെ സമ്പന്നരാക്കുവാൻ യേശു സ്വയം തൻ്റെ ജീവിതത്തെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. തൻ്റെ ജീവൻ പണയം വെച്ച് ശത്രുവിനെതിരെ എതിർക്കുന്ന ആ കോഴിയുടെ അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഒറ്റയ്ക്ക് ജീവിക്കുവാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള ആർജവം, അതിനുള്ള കഴിവ് അവയ്ക്ക് നൽകുക എന്നതാണ് ആ കോഴി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. പ്രിയ സഹോദരങ്ങളെ, നോമ്പുകാലം ഭക്തി കൂടുതലുള്ള ഒരു കാലഘട്ടമായിട്ട് ചിലരൊക്കെ കാണുകയാണ്. എന്നാൽ ഈ കാലഘട്ടം മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ നോമ്പുകാലം. ജീവിതത്തിൻ്റെ അന്ത്യത്തോളം ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗാമികളായി തീരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിലെ എല്ലാ കാലത്തും കർത്താവിന് വേണ്ടി നോമ്പ് നോക്കുന്നവരായി തീരണം. ശക്തിയെ പുതുക്കുവാൻ നോമ്പ് ആചരിക്കുകയാണ്. പഴയ ഇലകൾ പഴകിപ്പോയിട്ട് തളിർ വരുന്നത് പോലെ പ്രാർത്ഥനയാൽ കർത്താവിൻ്റെ അടുക്കൽ നടന്നെടുക്കുന്ന 2 ചിറകുകളായി ഈ നോമ്പും ഉപവാസവും നാം ആചരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. നോമ്പ് ദൈവം പ്രീതിപ്പെടുന്ന ഒരു യാഗമായി മാറുകയാണ്. സ്വയം ദൈവസന്നിധിയിൽ അനുദപിക്കുന്നതിനും കുറെ കൂടി ദൈവത്തോട് അടുക്കുന്നതിനുമുള്ള അനുഭവമായി മാറുകയാണ്. മാനസാന്തരം എന്ന ഒരു ചിന്ത വികലമായി ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഇന്ന് ആവശ്യം മാനസാന്തരത്തെക്കാൾ രൂപാന്തരമാണ്. മോശ 40 ദിവസം നോമ്പ് നോറ്റ് പർവ്വതത്തിൽ കയറിപ്പോയി. 40 ദിവസം ഉപവസിച്ച് ഇറങ്ങി വരുമ്പോൾ കയ്യിൽ കൽപ്പലകകളുണ്ടായി. കൽപ്പലകകൾ കർത്താവ് കൊടുത്ത കൽപ്പനയായിരുന്നു. അവൻ്റെ മുഖം സൂര്യൻ്റെ ശോഭയുള്ളതായി മാറി എന്ന് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുകയാണ്. 2 കൊരിന്ത്യർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചിന്ത 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, മഷി കൊണ്ടല്ല ആത്മാവ് കൊണ്ട് എഴുതിയ പത്രങ്ങളായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഏലിയാവ് നോമ്പ് നോറ്റു, സ്വർഗത്തിലേക്ക് നോക്കി, ദൈവത്തിങ്കലേക്ക് നോക്കി അവൻ ദൈവത്തെ ആരാധിച്ചു. നോമ്പ് നോക്കി ദൈവത്തിന് വേണ്ടി വ്രതസ്ഥനായിരുന്നത് കൊണ്ട് മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അഗ്നിമയ രഥങ്ങൾ ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് തൻ്റെ ജീവിതത്തെ എടുത്തുകൊണ്ട അനുഭവം നമുക്ക് കാണാൻ കഴിയും. ദാനിയേൽ പ്രവാചകൻ നോമ്പ് നോറ്റ് വ്രതമനുഷ്ഠിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് ദിവനവും 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് കൊണ്ട് നോമ്പ് നോക്കിയ ആ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിയുമ്പോൾ സിംഹങ്ങളെ നോമ്പ് നോക്കുന്നവരാക്കി മാറ്റിയതാണ് ദൈവത്തിൻ്റെ കൃപ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവ് ദുഃഖസ്വരത്തോടെ ദാനിയേലിനെ വിളിക്കുമ്പോൾ ദാനിയേൽ രാജാവിനോട് പറയുന്നത്, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് ദൈവം എന്നെ സൂക്ഷിച്ചു എന്നതാണ്. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന ഒരു ചിന്തയാണ്. ഉപദ്രവിച്ചവനോടും ക്ഷമിക്കുവാൻ കഴിയുന്ന മനോഭാവമാണ് ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചിന്ത, ഈ ജീവിതയാത്രയിൽ അനുഷ്ഠിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, ജീവിതത്തിൽ കൂട്ടിച്ചേർക്കേണ്ടുന്ന ചില കടമകളും ഉത്തരവാദിത്വങ്ങളും അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. വെറും ആഹാരം മാത്രം വർജിക്കുന്നത് കൊണ്ടോ ആഹാരം മാത്രം ഒഴിവാക്കിയത് കൊണ്ടോ നോമ്പ് അർത്ഥവത്തായി തീരുന്നില്ല. ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വങ്ങളും ദൈവിക ശുശ്രൂഷകളും കടമകളും നാം ഭംഗിയായി നിറവേറ്റുന്നതിലൂടെയാണ് ഈ നോമ്പ് അർത്ഥവത്തായി തീരുന്നത്. യെശയ്യാ പ്രവാചകൻ ഇതിനെക്കുറിച്ച് അർത്ഥവത്തായ ഒരുപാട് ചിന്തകൾ പങ്കുവെക്കുന്നുണ്ട്. പിന്നാലെ ഈ 40 ദിവസങ്ങളും നമുക്ക് ഈ നോമ്പുകാല ചിന്തകളിലേക്ക് പ്രവേശിക്കാം. ഈ നോമ്പുകാലം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ.
ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ഒരുപാട് ജീവിത നല്ല പാഠങ്ങൾ ഈ കാലഘട്ടത്തിൽ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കുറേ കൂടി ദൈവവചനം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സ്വയം സമർപ്പിക്കുന്നതിനും രൂപാന്തരം പ്രാപിക്കുന്നതിനും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നതിനും ഈ കാലഘട്ടം നമുക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ചാമ്പൽ ബുധൻ്റെ ആശംസകളും തുടർന്ന് നോമ്പ് ആചരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.